നിങ്ങൾ പലതര വേലയും കണ്ടുണ്ടാവും. ഇപ്പോൾ ഈ പലതര വേല പറയുന്ന എക്സാമ്പിൾ ആനയെ വെച്ച് നടക്കുന്ന വേല, കുതിരയെ വെച്ച് നടക്കുന്ന വേല, കാളയെ വെച്ച് നടക്കുന്ന വേല. ഈ കുതിരയും കാളയും പറയുന്നത് ഒരു പ്രതിമയായിരിക്കും. പ്രതിമയോ എന്താ പറയുക, ഒരു സ്റ്റാച്ചു ആയിരിക്കും. ശരിക്കിനെ കുതിരകളെ വെച്ച് നടക്കുന്ന വേല നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാനിന്ന് ഉള്ളത് പാലക്കാട് ഡിസ്ട്രിക്റ്റിലെ തത്തമംഗലം പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെയാണ് ഈ കുതിരകളെ വെച്ചിട്ട് വേല നടക്കുന്നത്. ഈ വേലേനെ പറയുന്നത് തത്തമംഗലം അങ്ങാടി വേല എന്നാണ്. ഈ വേല എല്ലാ വർഷം നടക്കില്ല, 2 വർഷം കൂടുമ്പോഴാണ് ഈ വേല നടക്കുന്നത്. ഇവരുടെ മെയിൻ പറയുന്നത് കുതിര ഓട്ടമാണ്. ഈ കുതിര ഓട്ടം അല്ല കുതിര റേസ് എന്ന് പറയാം. അതൊരു നേർച്ച പോലെയാണ്. അപ്പോൾ ഞാൻ ഇവിടെ വരുമ്പോൾ പകുതി മുക്കാൽ വീട്ടിലും കുതിരകളെ കണ്ടു. കുതിരകൾ നമ്മുടെ അവിടെ ഈ വേലയ്ക്കൊക്കെ ആന വരുമ്പോൾ നമ്മൾ കുളിപ്പിക്കുകയും അതൊക്കെ ചെയ്യില്ല. അതുപോലെ തന്നെ ഞാൻ ഇവിടെ വരുമ്പോൾ ഈ കുതിരകളെ കുളിപ്പിക്കുന്നതും ഈ കുതിരകളെ വെച്ച് ട്രയൽ നടത്തണം. ഇവർ ഈ റേസ് പോലെ നടത്തി റോട്ടിൽ കൂടെ ഓട്ടിച്ച് വരിക ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ പിള്ളേർ ഈ റേസ് തുടങ്ങുന്ന മുമ്പേ ഇവിടെ ഈ എന്താ പറയുക ട്രയൽ നോക്കില്ല നമ്മൾ കുതിരകളെ വെച്ചിട്ട്. അതുപോലെ ട്രയൽ ചെയ്യുന്നത് കണ്ടു. നമുക്ക് ഇനി പോകുമ്പോൾ കാണാം കേട്ടോ ഓരോ വീട്ടിലെ കുതിരകളെ കുളിപ്പിക്കുന്നതും. അതുപോലെ തന്നെ എന്താ പറയുക അവർ ഈ പിള്ളേരൊക്കെ റേസിന് വേണ്ടി ട്രയൽ നോക്കുന്നതും. ഇവിടെ ഫുള്ള് ഞാൻ വന്നത് പകുതി മുക്കാൽ വീട്ടിലും ഞാൻ കുതിരകളെ കണ്ടിട്ടുണ്ട്. നമ്മളവിടെ ആനകളെ നിർത്തുന്ന പോലെ ഇവിടെ കുതിരകളാണ് ഏകദേശം ഈ വീട്ടിലൊക്കെ ഞാൻ കണ്ടിരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ നിറയെ വീട്ടുകളിൽ കുതിരകളെ നിർത്തിയിട്ടുണ്ടാവുന്നു. ഇതാ കണ്ട ഇവിടെ ഒരു കുതിര നിർത്തിയിരിക്കുന്നത്. ഇതേപോലെ തന്നെ കുറേ വീടുകളിൽ കുതിര നിർത്തിയിട്ടുണ്ട്. ഇനിയും നമുക്ക് കാണാം കേട്ടോ കുതിരകളെയൊക്കെ നിർത്തിയിരിക്കുന്നത്. കണ്ടോ ഇത് വീടാണ്. വീട്ടിൻ്റെ അവിടെയാണ് കുതിര കെട്ടിയിരിക്കുന്നത്, നമ്മൾ ആനയൊക്കെ കെട്ടുന്ന പോലെ. ഇപ്പോൾ ഒരു വീട്ടിൽ കുതിരയെ കണ്ടില്ലേ, ഇതേപോലെ തന്നെ ഇവിടെ കുറേ വീടുകളിൽ കുതിരയുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ പോയി നോക്കാം കേട്ടോ, ഓരോന്നായിട്ട് പോയി നോക്കാം. ഈ പരിപാടി തുടങ്ങുമ്പോഴേക്കും നമുക്ക് ഇതൊക്കെ പോയി നോക്കിയിട്ട് എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് പോയി നോക്കാം. ഇതാ കണ്ടില്ലേ ഇവിടെ ഒരു കുതിര നിൽക്കൽ. ഇതേപോലെ നിറയെ കുതിരയുണ്ട് കേട്ടോ. ഇവിടെ ഈ ഏരിയ മൊത്തം കുതിരകളാണ്. ഇവരിതൊക്കെ വാടകയ്ക്ക് വാങ്ങുന്ന കുതിരകളാണ്. ചിലവർ വളർത്തുന്നവരുണ്ടാവും. എന്താ കണ്ടില്ലേ നിങ്ങൾ ഈ ഒട്ടകത്തിനെ കേരളത്തിൽ കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ ഈ ഒട്ടകം ഉള്ളത് കേരളത്തിലാണ്ടോ? കേരളത്തിൽ പാലക്കാടാണ് ഈ ഒട്ടകം ഉള്ളത്. പാലക്കാട് തത്തമംഗലം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നമ്മൾ വേല കാണാൻ വന്നിരിക്കുകയില്ല, തത്തമംഗലം അങ്ങാടി വേല കാണാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ കണ്ട കാഴ്ചയാണ്. ഇപ്പോൾ എൻ്റെ ബാക്കിൽ കാണില്ല ഒട്ടകം. ഈ ശരിക്കും ഈ ഞാൻ ഒട്ടകത്തിനെയൊക്കെ കണ്ടിരിക്കുന്നത് ഈ നോർത്തിലും പിന്നെ അധികം ഈ രാജസ്ഥാൻ ഈ ഏരിയയിലേക്കാണ് ഞാൻ ഒട്ടകത്തിനെ കണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ എൻ്റെ ബാക്കിൽ കാണില്ല പാലക്കാട് ഒട്ടകം. കേരളത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഒട്ടകം കാണുന്നത്. പണ്ടൊക്കെ ഇവർ സ്വന്തം കുതിരയാണ് വളർത്തിയിട്ടുണ്ടായിരുന്നത്. സ്വന്തം കുതിര പറഞ്ഞാൽ ഇവർ മുത്തശ്ശനും അച്ഛനും ഒക്കെ ഇവർ സ്വന്തം വീട്ടിൽ നമ്മൾ നായിനെയും പൂച്ചേനെയൊക്കെ വളർത്തില്ലേ, അതുപോലെ സ്വന്തം വീട്ടിൽ നിന്ന് വളർത്തിയ കുതിര വെച്ചിട്ടാണ് ഇവർ റേസ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ആൾക്കാർക്ക് ജോലിയുണ്ട്, ചിലവരൊക്കെ പുറത്തായിരിക്കും, ദുബായ്, യൂറോപ്പ്, അല്ലാണ്ട് ചിലവർ ഗവൺമെൻറ് ജോലിയിലായിരിക്കും. അപ്പോൾ ഇവർക്ക് ഈ കുതിരയെ മെയിൻറ്റെയിൻ ചെയ്യാനോ നോക്കാനോ സമയമില്ല. അപ്പോൾ ഇവർ ഈ കുതിരേനെ വാടകയ്ക്ക് വാങ്ങുകയാണ് ചെയ്യുക. ഈ വാടകയ്ക്ക് വാങ്ങിക്കുക, വാടക പറയുന്നത് ഏകദേശം റേഞ്ച് ആവും, ഓരോ കുതിര അനുസരിച്ചായിരിക്കും. ചിലവർ ഈ റേസിങ് നടത്തുന്ന കുതിരയാണ് വാങ്ങിണ്ടാവുക. ഈ റേസിങ് നടത്തുന്ന കുതിരയൊക്കെ വെച്ചാൽ ഒരു 50,000 ആ റേഞ്ച് വരും. അല്ല സാധാ കുതിര ഒരു റേഞ്ച് ഉണ്ട്, ഒരു 20-30 ആ റേഞ്ചിലായിരിക്കും ഇവർ വാടകയ്ക്ക് വാങ്ങിച്ച് ഇവിടെ റേസ് നടത്തുക. ഇവർക്കൊരു ഈ റേസ് പറയുന്ന അവർക്കൊരു പാഷനാണ്. അവർ എന്താ പറയുക, അവർ പറയുന്നത് 2 കൊല്ലം കൂടുമ്പോഴേ ഈ പരിപാടി നടക്കുള്ളൂ. അപ്പോൾ നമ്മൾ ഇത്ര എമൗണ്ട് ചിലവാക്കുന്നതിൽ അവർക്കൊരു കുഴപ്പമില്ലാന്നാണ് അവർ പറയുന്നത് വാടകയ്ക്ക് വാങ്ങുക. ഈ വാടകയ്ക്ക് വാങ്ങുന്ന പറയുന്നത് ഓൾ ഓവർ ഇന്ത്യയിൽ നിന്നാണ് ഇവർ വാടകയ്ക്ക് വാങ്ങുക. തമിഴ്നാട്, ഗുജറാത്ത്, പിന്നെ മൈസൂർ, ബാംഗ്ലൂർ, പിന്നെ ഊട്ടി, ഈ സ്ഥലത്തു നിന്നൊക്കെയാണ് ഇവർ കുതിര വാങ്ങുക. ഈ നോർത്ത് തൊട്ട് ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്, ഇതിൻ്റെ ഓൾ ഓവർ ഇന്ത്യയിൽ നിന്ന് ഇവർ കുതിര വാടകയ്ക്ക് വാങ്ങുക. ഈ 2 വർഷം കൂടുമ്പോൾ ഇതിന് വേണ്ടിയായിട്ട് അവർ വാടകയ്ക്ക് വാങ്ങും. അത് അത്രയും ദൂരേന്ന് ട്രാവൽ ചെയ്തും വരും കേട്ടോ ഈ കുതിരകളൊക്കെ. ഈ കുതിര റേസ് തുടങ്ങുന്ന മുമ്പേ ഇവിടെ എല്ലാ കുതിരയും ഈ റേസിന് പങ്കെടുക്കുന്ന എല്ലാ കുതിരയും അമ്പലത്തിൽ വന്നിട്ട് തൊഴുതിട്ടാണ് റേസിംഗ് ഗ്രൗണ്ടിലേക്ക് പോവുക. അവിടുന്ന് പിന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരികയാണ് ചെയ്യുക.
വേല ഒരു നേർച്ച പോലെയാണ്. ഇത് വേട്ടക്കരുപ്പൻ സ്വാമിക്ക് കൊടുക്കുന്ന നേർച്ച പോലെയാണ്. ഇവിടുന്ന് ഓരോ വീട്ടുകാർ ഈ കുതിരയെ കൊണ്ടുവന്നിട്ട് നേരെ അമ്പലത്തിൽ വരും ഈ റേസ് തുടങ്ങുമ്പോൾ. എന്നിട്ട് ഇവിടെ വന്നിട്ട് അമ്പലത്തിൻ്റെ ഉമ്മറത്ത് വന്നിട്ട് കുതിരയെ പൂജ കഴിച്ചിട്ടാണ് പിന്നെ റേസിന് പോവുക. ഓരോ വീട്ടുകാർ അവരുടെ കുട്ടികളെ കുതിരയിലിരുത്തിയിട്ട് ഇപ്പം അമ്പലത്തിൽ കൊണ്ട് തൊഴുകയാണ് ചെയ്യുക. வரவேண்டிய குதிரைகள் அனைவரும் குதிரை கொண்டு வரும் நபர்கள் அனைவரும் உடனடியாக மருத்துவர்களுக்கு வருமாறு கேட்டுக்கொள்கிறார்கள். காலையில் யாரும் குதிரைகளை தொடாலும் பேக் சைடு ഇതാണ് കുതിരയ്ക്ക് സിഗ്നൽ കാണിക്കാൻ ഉപയോഗിക്കുന്ന കൊടി. കണ്ട, ഒന്ന് ചുവപ്പും ഉണ്ട്, ഒന്ന് പച്ചയുണ്ട്. കണ്ടോ, ഈ ചുവപ്പ് പറഞ്ഞാൽ നിർത്താനാണല്ലേ, ഈ പച്ച പറയുന്നത് സ്റ്റാർട്ട് ചെയ്യാനും. കണ്ടോ, ഈ രണ്ട് കൊടിയും കണ്ടില്ലേ.
നമ്മുടെ വീഡിയോ മാക്സിമം പേരും കാണുന്നുണ്ട്, പക്ഷേ അധികം പേരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. നിങ്ങൾ ഈ സബ്സ്ക്രൈബ് ചെയ്താലേ ഇതേപോലത്തെ വെറൈറ്റി കണ്ടന്റ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഈ വേല പറയുന്നത് കേരളത്തിൽ പാലക്കാടല്ലാണ്ട് വേറെ എവിടെയും നിങ്ങൾക്ക് കേരളത്തിൽ കാണാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ഇതേപോലത്തെ വെറൈറ്റി വീഡിയോ വാങ്ങിച്ച് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് ഈ ബെല്ലൈക്കൺ ഉണ്ട്, ഈ ബെല്ലൈക്കൺ അമർത്തി പറഞ്ഞാൽ ഞാൻ എന്ത് വീഡിയോ ഇട്ടാലും അത് ഫസ്റ്റ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. முடித்துக் கொள்ள வேண்டும் என்று கேட்டுக்கொள்கின்றோம். ஏனென்றால் இந்த மாதிரி நேரம் போக போக பிரச்சனை நமக்கு தான். 2 பால் குறைஞ்சிடும். டைம் போட்டுள்ளே இருக்கிறது, மறுபடியும் இந்த டைம் வராது. வழங்கியுள்ளார். கொண்டு வந்தவங்களுக்கு எப்படி கொண்டு போவாங்கன்னு அவங்களுக்கு தெரியும். அதனால நீங்க யாரும் சப்போர்ட் பண்ண வேண்டிய ഈ തത്തമംഗലം അങ്ങാടി വേല 2 വർഷം കൂടുമ്പോഴേ നടക്കുള്ളൂ. അതും പോരാണ്ട് ഇതൊരു സ്പെഷ്യൽ വേലയാണ്. ഇവിടെ ഈ കുതിരയോട്ടം നിങ്ങൾ കണ്ടില്ലേ, ഈ കുതിരയോട്ടം ഇവിടെ കേരളത്തിൽ ഇവിടെ നമ്മുടെ പാലക്കാട് തത്തമംഗലത്തിലല്ലാണ്ട് വേറെ എവിടെയും ഈ കുതിരയോട്ടമില്ല. ഇങ്ങനെ വേറെ എവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് അടിക്കുക, ഈ കമൻറ്റിൽ നമുക്ക് നോക്കാം എവിടെയൊക്കെ ഉണ്ട്. പക്ഷേ എനിക്കറിഞ്ഞ അത്ര ഇതേപോലെ വേല ഈ കുതിരയെ വെച്ചിട്ട് വേല നടക്കുന്നത് വേറെ എവിടെയില്ല. കുതിര പറഞ്ഞാൽ ഒറിജിനൽ കുതിര കേട്ടോ, മറ്റേ എന്താ പറയുക നമ്മൾ ഇപ്പോൾ പ്രതിമ പോലെ ഉണ്ടാക്കിയ കുതിരയല്ല, ഈ ശരിക്കും ഒറിജിനൽ കുതിര വെച്ച് വേല നടക്കുന്നത് പാലക്കാട് തത്തമംഗലത്ത് മാത്രമേ ഉള്ളൂ. കേരള റേസ് കഴിഞ്ഞാൽ ഫസ്റ്റ് അവർ വന്നപ്പോൾ അമ്പലത്തിൽ വന്ന് തൊഴുതിട്ടാണ് ഈ റേസ് തുടങ്ങിയത്. അതേപോലെ ഈ അവസാനിക്കുമ്പോഴും അവർ വന്ന് അമ്പലത്തിൽ വന്ന് തൊഴുകും. ഇതിൻ്റെ ഇടയിൽ ഈ കുതിര നന്നായി ഓട്ടിച്ച ആൾക്ക് ഇവർ ഗിഫ്റ്റ് കൊടുക്കും. ഗിഫ്റ്റ് പറയുന്ന മെഡലും
ട്രോഫിയും ഇതൊക്കെയാണ് ഇവർ ഗിഫ്റ്റ് കൊടുക്കുക.